യെസ്, നമ്മളിപ്പോ കാസർഗോഡ് ഒരു അടിപൊളി കല്യാണത്തിന് പോകുന്നതാണ്. നമ്മളെ താൾ ബോയ്സിന്റെ പ്രോഗ്രാം ഉണ്ട്, തൻസീർ കൂത്തുപറമ്പ് നയിക്കുന്ന. പിന്നെ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഉണ്ട്. അടിച്ചു പൊളിക്കാവേ. ഓക്കെ, സെറ്റ്. അപ്പോ കല്യാണ വീട്ടിലെത്താൻ ഇനി ഒരു 1.5 മണിക്കൂറാവും. അതിനടുത്ത് ചെറിയൊരു സ്നാക്സ്. ആനിങ്ങാടേക്ക് 14, 40 കിലോമീറ്ററും കൂടെ ഉണ്ട് കാസർഗോഡ്. അടിപൊളി സിറ്റിംഗ് അല്ലേ, നല്ലൊരു വിന്റേജ് സ്റ്റൈൽ ഒരു ആംബിയൻസ് ഉള്ളൊരു റെസ്റ്റോറന്റ്. റോഡ് പണി നടക്കുന്നതിന് ചെറിയൊരു പ്രശ്നമുണ്ട്, ബാക്കിയുള്ള സെറ്റാണ്. ഇവിടെ റോഡ് പണിയായതുകൊണ്ട് വണ്ടി വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. നല്ല മുട്ടന്റെ എന്തോ ഒരു ഐറ്റം ആണ് കേട്ടോ, വെറൈറ്റി ആണ്. ഇത് ചെറുവത്തൂരിലൊരു കടിയാണ്. പോരാ, സംഭവം ചൂട് കണ്ണോണ്ട് സംഭവം ഫ്ലോപ്പാണ്. എന്താ അറിയോ, ചൂടില്ല തീരെ. സമൂസ ഒക്കെ നല്ല ചൂടുണ്ടാ. സമൂസ മൂട് കാണും, നല്ല അടിപൊളി മിന്നിലേക്ക് കേട്ടോ. ചൂടിന് നല്ല അടിപൊളി അല്ലേ. പോവല്ല, നേരെ കാസർഗോഡ്. ചെറിയൊരു ബ്രേക്ക്, ചെറിയ ടീ. അപ്പൊ നമ്മൾ ഏകദേശം ഇപ്പൊ എത്താനായി. ഇപ്പോ മെയിൻ ഹൈവേയിലാണ്. നല്ല അടിപൊളി റോഡ് കേട്ടോ, ഡബിൾ റോഡ്. ഈ റോഡിന് നമുക്ക് 100-100 മാർക്ക് കൊടുക്കാം, ഒരു പ്രശ്നമില്ല. സെറ്റ് റോഡ്, അതുകൊണ്ട് ഇപ്പൊ പെട്ടെന്ന് നമുക്ക് എത്താൻ പറ്റും. ഇപ്പൊ കല്യാണ വീട്ടിന്റെ മുന്നിലുള്ളത് ഇപ്പൊ താൾ ബോയ്സിന്റെ ടീം, ഇതാ ഓർക്കസ്ട്ര ടീമൊക്കെ വന്നിട്ടുണ്ട്, അവരൊക്കെ സെറ്റ് ആക്കുന്നുണ്ട്. അപ്പൊ കാസർഗോഡ് ഇതാ ഈ ഒരു വെഡിങ്ങിന് വന്ന് നോക്കുമ്പോ പെണ്ണിന്റെ വീടിന്റെ തൊട്ടടുത്ത് കടലുണ്ട്. ഈ ഒരു ആംബിയൻസ് എന്ത് രസല്ലേ, അടിപൊളിയല്ലേ, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. വൈകുന്നേരം തന്നെ ഇവിടെ വരണം കേട്ടോ. ഇവര് എന്നെ വിടുന്നില്ല കേട്ടോ, സത്യം പറഞ്ഞാൽ. ഇവർക്ക് എന്തായാലും ഒരു ബോൾ വാങ്ങിച്ചു കൊടുക്കേണ്ട ഒരു പ്ലാനിലാണ് ഞാനുള്ളത്. ഷോപ്പ് അടുത്തുണ്ടെങ്കിൽ എന്തായാലും വാങ്ങിച്ചു കൊടുക്കും. ആദ്യമായിട്ട് കാണുന്ന കേട്ടാ. ഇപ്പൊ കാസർഗോഡ് മെയിൻ ഫുഡാണെന്ന് പറയും. ഭയങ്കര ടേസ്റ്റാ. എന്താ ഇതിലെന്നാ ചേർന്ന്? മാവ് മാത്രം, മുട്ടയും കാര്യമൊന്നുമില്ല. മുട്ടയില്ല, മൈദമാവ്, നമ്മുടെ ഉഴുന്നുവടന്റെ എന്തൊക്കെയോ ഒരു കൂട്ട് മിക്സ് ചെയ്ത് കഴിച്ചു നോക്കട്ടെ. നല്ല അടിപൊളി സാധനമാണ് കഴിക്കുന്നത്. അടിപൊളി കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്ന കേട്ടോ ഇത്. നമ്മുടെ നാട്ടിലെ കണ്ണൂരെ മുട്ടാപ്പത്തിന്റെ ഒരു അതിനേക്കാൾ ചെറുത്. ആ ഒരു ടേസ്റ്റ് ചെറിയൊരു വരുന്നുണ്ട്, വെറൈറ്റി ടേസ്റ്റ് എന്നാലും. ഉള്ളി അതുപോലെ തന്നെ കറിവേപ്പില അതൊക്കെ മിക്സ് ചെയ്തിട്ടാണ്. മിക്സിംഗ് ആണ്, അങ്ങനെ വണ്ണത്തിലൊന്നും ഇല്ല കേട്ടോ. അതെല്ലാം മിക്സ് ആക്കിയിട്ടുള്ള ചെറിയ കട്ട് മറ്റേ മുളകുണ്ട്, അതതിന്റെ ടേസ്റ്റ്. പറയാൻ സോഫ്റ്റ് ആണ്, സൂപ്പർ സോഫ്റ്റ്, ഭയങ്കര സോഫ്റ്റ്. അത് ഞാൻ പറയാൻ വിട്ടത് കേട്ടോ, ഭയങ്കര സോഫ്റ്റാണ്. എന്താ ഞാനിപ്പോ ഒരു മാക്സിമം അടിക്കും. ആ സംഭവം ടേസ്റ്റ് കൊണ്ട് ആൾക്കാർ ചുട്ട് വെക്കുമ്പോ അങ്ങനെ എടുത്ത് കൊണ്ടുപോകാം. നല്ല തണിച്ചിട്ട് ഇപ്പം തന്നെ സംഭവം തീരും കേട്ടോ. അതാ മോനെ ഇപ്പോഴെടുക്കണ്ട, കൈകൊള്ളൂ. ഷുഗർ വേണ്ട. ഇവിടെ ഒരു വിത്തൗട്ട് നല്ല വിശപ്പ് തുടങ്ങി. ഇനി നമുക്ക് ഫുഡ് കഴിച്ചിട്ടാവും ബാക്കി. പൊറോട്ട എന്ത് സാധനം? കൽത്തപ്പം ബട്ടൂര. അവിടെ കൽത്തപ്പോ, ഓക്കെ. പിന്നെ ബട്ടൂരാണ്, ബട്ടൂര, ഓക്കെ. അതും വെച്ചോ. ഇതൊക്കെ കാസർഗോഡ് സ്പെഷ്യൽ കേട്ടോ. പൊറോട്ട നമ്മുടെ നാട്ടിലത്തെ സെയിം, കണ്ണൂർ. ഇതെന്ത്? ഓ മട്ടൻ, യൗപ്പ. ഇതെന്ത്? ചിക്കൻ. എല്ലാം ഓരോ പീസ് വെച്ചാൽ മതി. ഇതെന്ത്? ബീഫ് ബിരിയാണി. ഇത് കഴിഞ്ഞിട്ട് അടിക്കാം. ചിക്കൻ മട്ടൻ ബിരിയാണി. ഇത് മട്ടൻ ബിരിയാണി, മട്ടൻ മസാല, മട്ടൻ റൈസ്. അപ്പൊ മട്ടൻ മസാലയും മട്ടൻ മസാല ഉണ്ട്, മട്ടൻ റൈസും ഉണ്ട്. ആദ്യം ഇത് കഴിച്ചിട്ട് നമുക്കത് അടിക്കാം, ഓക്കെ. അതിനിടയ്ക്ക് നമുക്ക് ഒരു അൽഫാം പീസ് കൊടുക്കാം. നമ്മളെ റാസിഖ് ഭായി ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരും ഉണ്ട്, അടി തുടങ്ങിയല്ല നേരത്തെ.
ഹായ് പറഞ്ഞ ചെറുതായിട്ട് വളരെ സ്മോൾ ആയിട്ട്. ഫസ്റ്റ് തന്നെ കാസർഗോഡ് സ്പെഷ്യൽ കൽത്തപ്പാണ് അടിക്കുന്നത്. അപ്പോൾ കൽത്തപ്പോ മട്ടൻ കറി നോക്കാം. ക്ലാസ് കഴിഞ്ഞിട്ടില്ല വിധി മതിയാക്കി. കൽത്തപ്പ അടിപൊളി കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റ്. 5-8 വർഷം മുമ്പ് ദുബായിൽ നിന്ന് കഴിച്ചതോ, അതിനുശേഷം ഇപ്പം ഫസ്റ്റായിട്ട് നല്ല അടിപൊളി ക്രിസ്പിയാണ്. കറി ആവശ്യമില്ല അല്ല, കറിൻ്റെ ആവശ്യമില്ല. എന്നാലും മട്ടൻ ഉണ്ടാവും, പിന്നെ ഇതുണ്ടല്ലോ അൽഫാം. വട്ടൂര് ചിക്കൻ ഇസ്റ്റ് കറി. പൈനാപ്പിള്, ഗ്രേപ്പ്, അടിയാന്ന് കേട്ടോ, ജ്യൂസിന് അടിയാ പിള്ളേർ. മിന്റ് നമ്മളെ നാട്ടിലത്തെ വെച്ചിട്ട് വ്യത്യസ്തമാകുന്ന എന്താ പറയുക, ഇതിൽ ഇഞ്ചി ഉണ്ട് അല്ലേ, ചെറിയൊരു എരിവ് വരുന്ന മുളക്, പച്ചമുളക് സ്പെഷ്യലാണ്. പച്ചമുളകും ജിഞ്ചറൊക്കെ മിക്സ് ആയിട്ട്, പിന്നെ ലെമണ്, അതുപോലെ പുതിന. ഓക്കെ, നല്ല ടേസ്റ്റ് ഉണ്ട്. പിള്ളേർ കണ്ട ബാക്കിൽ നല്ല അടിച്ച് തകർക്കുന്നു. ഒരുപാട് ഗസ്റ്റുകൾ നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട് എന്നുള്ളത്. അടുത്താരെ വരാൻ പോകുന്നത്? അടുത്താരെ വരണ്ടേ നിങ്ങൾക്ക്? ഓക്കെ, അപ്പൊ എന്തായാലും അടുത്തായിട്ട് നിങ്ങൾ മുന്നിലേക്ക് സർപ്രൈസ് എൻട്രി നിങ്ങൾ മുന്നിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട ആ ശബ്ദത്തിന് ഉടമ, മാപ്പിളപ്പാട്ടിന്റെ ഏറെ പ്രിയപ്പെട്ട ഗാനപാടി, നമ്മുടെ എല്ലാം അഭിമാനം കണ്ണൂരിന്റെ സ്വന്തം സീതത്തെ വീട്ടിലോട്ട് സ്വാഗതം ചെയ്യുകയാണ്.
സത്യം പറ, രണ്ടാമത്തെ കഴിക്കുന്നല്ലേ ഇത്? സത്യം സത്യം മാത്രമേ പറയാവൂ. നമ്മളൊന്നിച്ചല്ലേ ക്യാമറ ഉണ്ടോ ഇതാ അപ്പൊ പിടിച്ച് എല്ലാരോടും ഇതാ പിടിച്ച് രണ്ടാമത്തെ രണ്ടാമത്തെ അടി ജസ്റ്റ് വെള്ളം ഒരിക്കലും നേരത്തെ തിന്നതാ. ഫുഡ് എങ്ങനെയുണ്ട്? ഫുഡ് വീഡിയോ ഉണ്ടല്ലോ. അടുത്ത് നമ്മള് ഷൂട്ടിംഗ് ഓൾറെഡി സീനത്താനെ വെച്ചിട്ട് എവിടെ ഗോവയല്ല കൂടെ ഗോവയിലും എന്താണ് ഷൂട്ടിങ്ങിന് പോവും. പക്ഷെ ഞാൻ പറഞ്ഞു പർദ്ദയിൽ ഇട്ടിട്ട് ഫുൾ കയ്യിൽ ഇട്ടിട്ടാ അപ്പൊ അതാണ്. അതുകൊണ്ട് ഫുഡ് എങ്ങനെയുണ്ട്? അടിപൊളി ഫുഡ്. പിന്നെ ഈ ഒരു ഇവന്റ് കാര്യങ്ങള് അടിപൊളി സത്യം മാത്രമേ പറയാവൂ. സത്യം മാത്രമേ പറയൂല. എല്ലാവർക്കും ഉള്ളത് കൊണ്ട് പറഞ്ഞല്ലേ? ഓക്കെ, ഉച്ചക്ക് ശരിക്കും പറയാം. ഇതെപ്പോ എത്തിയ മോനെ? അടിപൊളിയല്ല. നമ്മള് പാലക്കാട് നിന്ന് വന്നിട്ട് കാസർഗോഡ് ഫുഡ് കഴിക്കാൻ അടിപൊളി ഫുഡല്ലേ? പാലക്കാട് നിന്ന് വന്നിട്ട് കാസർഗോഡ് ഫുഡ് ഏത് ലെവലല്ല? ഏത് ലെവലിൽ? ഓക്കെ, ഓരോ നാടിന് അതിൻ്റെതായിട്ടുള്ള ടേസ്റ്റ് ഉണ്ട്. ഓക്കെ, അടുത്ത നമുക്ക് നൗഫൽ ഭായിനോട് പറയാം. ഫുഡ് എങ്ങനെയാ? അടിപൊളി ഇവന്റ് കാര്യങ്ങളിലും സെറ്റ് അടിപൊളി ഫുഡായിരുന്നു. എനിക്ക് പ്രത്യേകിച്ച് കുട്ടൻ ബിരിയാണി ഭയങ്കര ഇഷ്ടമായി. സംഭവം അടിപൊളി. കുട്ടൻ ബിരിയാണി സംഗതി അടിപൊളിയാണെന്നില്ല, പറയേണ്ട ആവശ്യമില്ല. പ്ലേറ്റിൽ ഒന്നും ഇല്ല, ബാക്കി കുറച്ചടിച്ചിട്ടുള്ളൂ. ഒന്നുമില്ല. എനിക്ക് പോയിട്ട് തൂക്കം നോക്കണം കേട്ടോ. എങ്ങനെയുണ്ട്? അടിപൊളിയാ? ഇഷ്ടായി? പരിപാടിയെല്ലാം എങ്ങനെ മൊത്തത്തിന്? കളറായി സെറ്റ്. നോക്കെന്ന് പറയാൻ ഒന്നും പറയുന്നില്ലേ? പറ വർക്ക് വരുന്നുണ്ടോ? ഫുഡ് കഴിച്ചില്ല? വെള്ളം കുടിച്ചാ? വാരി കൊടുക്കുന്നത്. ഓക്കെ അല്ലേ? ഹാപ്പി അല്ലേ? ഓക്കെ, താങ്ക് യു. നമ്മളെ എഞ്ചിനീയറെ പിടിച്ചിട്ടുണ്ട്. എങ്ങനെ ഉണ്ടോ ഫുഡ്? എങ്ങനെ? അടിപൊളി ഫുഡ്. നല്ല അടിയാണല്ലേ? നല്ല അടി. വെച്ച് കീറല്ലേ? നമുക്ക് എന്തെങ്കിലും കിട്ടുവാ? എന്ത് കിട്ടാൻ കഴിക്കാതല്ലേ? പിന്നെ ഈ ഒരു ഇവന്റ് എങ്ങനാ താൾ ബോയ്സിന്റെ? അടിപൊളി വേണ്ടി. ഏറ്റവും ഇഷ്ടപ്പെട്ട ആരെയാ? എങ്ങനെ സിംഗേഴ്സ് മൊത്തത്തില് മൊത്തം അടിപൊളിയാണ്. സൗണ്ട് എഞ്ചിനീയർ അവൻ തന്നെ നമ്മള് സൗണ്ട് എഞ്ചിനീയറാ പറയുന്നത്. നല്ല അടിപൊളിയാണ്. അങ്ങനെ കല്യാണവും മറ്റു പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് കാസർഗോഡ് നിന്ന് നമ്മുടെ സ്വന്തം നാടായ തലശ്ശേരിയിലേക്ക്